ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. നമ്മുടെ റവയും കൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല എളുപ്പത്തിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയും കൂടി ആട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ചൂടോടെ മുരും വരാനുള്ള ദോശ ഒരു തേങ്ങാ ചമ്മന്തിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാമ്പാറിൻ്റെയോ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടുതൽ തന്നെ കമൻസൊക്കെ അറിയിക്കാനാണെങ്കിലും മറക്കരുതേ. നമുക്ക് കൂടുതൽ തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ ഈ ദോശ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മുടെ നല്ല മുരിഞ്ഞിരിക്കുന്ന ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ റവയൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ചെറിയ ചാറായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ്. വറുത്ത റവയൊന്നുമില്ല, സാധാരണ റവ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ പോലും 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനകത്തേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ 1/4 കപ്പ് ഗോതമ്പ് പൊടി, ഇത് രണ്ടും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ തരികളില്ലാതെ നമ്മുടെ റവ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റവയൊക്കെ ആണെങ്കിലും റവയും ഗോതമ്പ് പൊടി നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ റവയുടെ ആ തരികൾ ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മുരിഞ്ഞ ദോശ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റവയുടെ മിക്സും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ തൈരിന് ഒരുപാട് പുളിയുള്ള തൈരുമല്ല, എന്നാൽ തീരെ പുളി കുറഞ്ഞ തൈരുമല്ല, ഒരു ചെറിയൊരു പുളി അത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ തൈരിന്. അപ്പോൾ 1/2 കപ്പ്, 1 കപ്പ് റവ എടുക്കുമ്പോൾ 1/4 കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ 1/2 കപ്പ് തൈരും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്ലാസ് അളവിലാണെങ്കിലും ഇതെല്ലാം ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതി, അളവൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അങ്ങനെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദോശ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. അതിന് വേണ്ടി 1/2 കപ്പ് വെള്ളവും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ. ആകെ മൊത്തം ഒരു 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1/2 കപ്പ് തൈരും. അപ്പോൾ ഇത്രയാണ് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മുടെ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റവ ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ റവയിൽ ആ വെള്ളമൊക്കെ കുടിച്ച് ഒന്നും കൂടി ഒന്ന് കുതിർന്ന് നമുക്ക് കിട്ടുക റവ. അപ്പോൾ ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും. അതവിടെ ഇരുന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റവ ഒന്നും കൂടി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഒരു 1.5 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ റവയുടെ വ്യത്യാസം അനുസരിച്ച് കുറച്ചധികം കുതിർന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ റവയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തേണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് ശരിക്കും നന്നായിട്ട് മുരിഞ്ഞ് നമ്മുടെ ഈ ദോശ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദോശമാവ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒന്നും തന്നെ ചെയ്യേണ്ട, നമുക്ക് നേരെ ചൂടായ ദോശക്കരിലേക്ക് ഒഴിച്ച് നമ്മുടെ ദോശ നമുക്കിങ്ങ് ചുട്ടെടുക്കാം. നമ്മുടെ പാനൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ വേറെ വെള്ളമോ അങ്ങനെ ഒന്നും തന്നെ തളിച്ചു കൊടുക്കണ്ട കേട്ടോ. എണ്ണയാണെങ്കിലും ഒന്നും തന്നെ തളിച്ചു കൊടുക്കുന്നില്ല. ഞാൻ നേരെ നമ്മുടെ ദോശ തവയിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. കുറച്ചൊന്ന് ലൂസായിട്ട് നമ്മുടെ മാവ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് മാത്രം ഒഴിച്ചാൽ മതി. ഒരു വശമൊക്കെ നല്ല പോലെ തന്നെ മുരിഞ്ഞ് വന്നപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നെയ്യൊക്കെ ചേർത്ത് ദോശ ചുടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമ്മുടെ ദോശ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടീസിനൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ദോശ ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ ഏറ്റവും ലോ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയത്തിലും വെച്ചിട്ട് വേണം നന്നായിട്ട് ഒന്ന് മുരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ദോശ നല്ല പോലെ തന്നെ മുരിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രിസ്പിനെസ് പെട്ടെന്ന് തന്നെ അങ്ങില്ലാതായി പോവും. അപ്പോൾ കുറച്ച് അധികം നേരം തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ മുരിഞ്ഞ് ഇതേപോലെ കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വരണം. കണ്ടോ, നമ്മുടെ ദോശയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പെട്ടെന്ന് ചുട്ടെടുക്കാം നമുക്ക്. കണ്ടോ, ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ മാവ് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും.
അപ്പോൾ ഈ ദോശയ്ക്കാണെങ്കിലും ഒരുപാട് കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസും കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ വെന്ത് വരാനായിട്ട് കുറച്ചധികം താമസം പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് ലോ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയത്തിലും ആക്കിയിട്ട് ഗ്യാസ് വെച്ചാൽ മതി. കണ്ടതാ ഇതേപോലെ 2 വശവും മുരിഞ്ഞ് നന്നായിട്ട് തന്നെ നമ്മുടെ ദോശ കിട്ടും. അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ ഏകദേശം ഒരു 9-10 ദോശയുടെ അടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് ശരിക്കും ആ ചെറു ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുക. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടെയുള്ളൂ. അപ്പോൾ ഒരു ചെറു ചൂടോടുകൂടി തന്നെ നമ്മുടെ സാമ്പാറിൻ്റെയോ ചമ്മന്തിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഒരുപാട് തണുത്ത് പോയിട്ട് കഴിക്കരുത് കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ചെറു ചൂടോടുകൂടി നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന ആ സമയത്ത് തന്നെ കഴിക്കണേ. കൂടെ ഒരു പാൽച്ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൽ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.